അതേസമയം ഉണ്ണി ശിവപാലിന്റെ വിശദീകരണം ഇന്ന് അപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അമ്മയിൽ നീതി നിഷേധമെന്നാണ് ഉണ്ണി ശിവപാൽ പറയുന്നത്. ജനറൽ ബോഡിയിൽ എല്ലാ കാര്യവും തുറന്നു പറയും. ഓഫീസ് സ്റ്റാഫിന്റെ പരാതിയിൽ തന്റെ ഭാഗം എന്താണ് എന്ന് കേട്ടില്ല. തന്നെ നിർബന്ധിത അവധിയിൽ പറഞ്ഞയച്ചുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഒരുപാട് കാര്യങ്ങളും പല വാദങ്ങളും വീരവാദങ്ങളൊക്കെ സമൂഹത്തിൽ അമ്മയ്ക്ക് ദോഷമായ രീതിയിൽ സംസാരിച്ചു പലരും. പക്ഷേ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് കഴിഞ്ഞ 1.5 മാസമായി ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, അമ്മയിലെ എന്നെ ഇഷ്ടപ്പെടുന്ന ചില മെമ്പേഴ്സ് അവരെല്ലാം കാത്തുനിന്ന ദിവസമാണ് ഈ 21-ാം തീയതി എന്ന നമ്മുടെ ആനുവൽ ജനറൽ ബോഡി. അതുവരെ ഞാൻ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞു. ആ വാക്ക് ദൈവാധനം കൊണ്ട് എത്ര പ്രശ്നം ഉണ്ടായാലും എത്ര ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്താലും എനിക്ക് കാത്തു നിൽക്കാൻ പറ്റിയെന്നുള്ള സർവേശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ വരുന്നുണ്ട്. എനിക്ക് പറയാൻ അവസരം തരുമോന്നും എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം അമ്മയിലെ എലക്ട് ചെയ്ത ഒരു ട്രഷറർ പുറത്ത് നിൽക്കേണ്ടി വരുന്നു അകാരണമായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല കത്തുകളും ഇമെയിലുകളും അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ ഫോൺ കൊടുക്കാം, എൻ്റെ വാട്സപ്പ് ചാറ്റുകൾ കൊടുക്കാം, എൻ്റെ യൂബർ യാത്രകൾ കൊടുക്കാം, എൻ്റെ പോളിഗ്രാഫ് ടെസ്റ്റിന് പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലൂടെയും ഞാൻ അറിയിച്ചിട്ടും അത് ഒരു ചെറിയ വില പോലും കൽപ്പിക്കാതെ 12-ാം തീയതി, അതായത് മെയ് 12-ാം തീയതി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും അതിൽ ഓൺലൈനിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെ അവസാനം നെറ്റ്വർക്ക് പോയ സമയത്തേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴും മീഡിയയിലൂടെയാണ് ഞാൻ കാണുന്നത് ഉണ്ണി ശിവപാലിനെ അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? കാരണം എന്നെ കേൾക്കാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ, ഒരു സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ മൊബൈൽ, എൻ്റെ വാട്സപ്പ് ചാറ്റ്, എൻ്റെ യൂബർ യാത്രകൾ, അതുകൂടാതെ പോളിഗ്രാഫ് ടെസ്റ്റ് പോലെ ഞാൻ തയ്യാറാണ്. അതൊരു വിദഗ്ധ കമ്മിറ്റിയിലൂടെ, ഈ കമ്മിറ്റിയിലെ എത്ര എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ തയ്യാറാവും?